സഹോദരങ്ങളെ, നാം ഉള്ളത് അറബി മാസത്തിലെ 7ാമത്തെ മാസമായ റജബ് മാസത്തിലാണ്. റജബ് മാസത്തിൽ നാം പ്രവേശിച്ചിരിക്കുകയാണ്. റജബ് അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രത നൽകിയിട്ടുള്ള, പവിത്രമാക്കിയിട്ടുള്ള മാസങ്ങളിൽ ഒന്നാണ്. ഈ മാസത്തിൽ ഇതിന് പവിത്രതയുണ്ട് എങ്കിലും ഈ മാസത്തിൽ പ്രത്യേകമായ ഒരു നോമ്പോ പ്രത്യേകമായ ഒരു ദിക്റോ പ്രത്യേകമായ ഒരു നിസ്കാരമോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഇത് പ്രത്യേകമായിട്ട് അങ്ങനെ ഒന്നുമില്ല എന്ന് പറയുന്നത്? അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിച്ചിട്ടില്ല. ഖുർആനിൽ അത് വന്നിട്ടില്ല, ഹദീസുകളിൽ അത് വന്നിട്ടില്ല. ഈ മാസത്തിൽ ഒരു ദിവസത്തിനും ഒരു പ്രത്യേകമായ നോമ്പുണ്ട്, ഒരു പ്രത്യേകമായ നിസ്കാരമുണ്ട്, ഒന്നും തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടില്ല. മുൻഗാമികളായ ഒരാളും തന്നെ, സ്വഹാബികളിൽപ്പെട്ട ഒരാളും തന്നെ സഹോദരങ്ങളെ ഈ മാസത്തിൽ പ്രത്യേകമായ നോമ്പനുഷ്ഠിക്കുകയോ പ്രത്യേകമായ എന്തെങ്കിലുമൊക്കെ നിസ്കാരങ്ങൾ നിർവഹിക്കുകയോ ചെയ്തിട്ടില്ല. മറിച്ചാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ഏറെ മുൻഗാമികളായിട്ടുള്ള പൗരാണികരായിട്ടുള്ള പണ്ഡിതന്മാർ തന്നെ ഈ മാസത്തിൽ ചെയ്തു വരുന്ന പല ബിദ്അത്തുകളെയും വളരെ കൃത്യമായി എതിർത്തത് കാണാൻ സാധിക്കും. അൽ ഹാഫിദ് ഇബ്നുൽ ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാ ശാഫിഈ മദ്ഹബുകാരനായ മഹാനായ പണ്ഡിതനാണത്. അദ്ദേഹം പറയുന്നു, ലം യരിദ് ഫീ ഫദ്ദി ശഹ്രി റജബ് വലാ സിയാമിഹി വലാ സിയാമി ശൈഇൻ മിൻഹു മുഅയ്യൻ വലാ ഖിയാമി ലൈലത്തിൻ മഖ്സൂസത്തിൻ ഫീഹി ഹദീസുൻ സഹീഹുൻ. അദ്ദേഹം വളരെ കൃത്യമായി പറയാൻ, റജബ് മാസത്തിന്റെ ശ്രേഷ്ഠത അറിയിക്കുന്ന, ആ മാസത്തിൽ നോമ്പെടുക്കാമെന്ന് അറിയിക്കുന്ന, അല്ല ആ മാസത്തിൽ ഏതെങ്കിലും ഒരു ദിവസത്തിന് പ്രത്യേകമായി നോമ്പെടുക്കാമെന്ന് അറിയിക്കുന്ന, ആ മാസത്തിൽ ഏതെങ്കിലും ഒരു രാവിന് പ്രത്യേകതയുണ്ട്, ആ രാവിൽ പ്രത്യേകമായ നിസ്കാരം നിർവഹിക്കാമെന്ന് അറിയിക്കുന്നതായ ഒന്നും തന്നെ വന്നിട്ടില്ല. ഹദീസുൻ സഹീഹ്, സഹീഹായ ഹദീസുകൾ ഒന്നും തന്നെ വന്നിട്ടില്ല എന്നുള്ളത് അൽ ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാ അദ്ദേഹം പറയാൻ, സഹോദരങ്ങളെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഹദീസ് സ്വഹീഹായാൽ മാത്രമേ ഇബാദത്തുകൾക്ക് അത് സാധുവാവുകയുള്ളൂ, അത് ശരിയാവുകയുള്ളൂ എന്ന അടിസ്ഥാനം കൂടി സഹോദരങ്ങളെ അദ്ദേഹം വളരെ കൃത്യമായി പറയാൻ. അതേപോലെ തന്നെ അൽ ഹാഫിദ് ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നുണ്ട്, ലം യസിഹ ഫീ ഫദ്ലി സൗമി റജബ് ബിഖുസൂസിഹി ഷൈഉൻ അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലാ അൻ അസ്ഹാബിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നോ അതുപോലെ തന്നെ സ്വഹാബികളിൽ നിന്നോ റജബ് മാസത്തിന്റെ പ്രത്യേകത അറിയിക്കുന്ന, ശ്രേഷ്ഠത ഉണർത്തുന്ന, ആ മാസത്തിൽ പ്രത്യേകമായ നോമ്പുണ്ടെന്ന് അറിയിക്കുന്നതായ ഒരു കാര്യവും സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല, സ്വഹീഹായി വന്നിട്ടില്ല എന്നുള്ളത് അൽ ഹാഫിദ് ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാ അദ്ദേഹം കൂടി പറയാം. സഹോദരങ്ങളെ, ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? അങ്ങനെ പ്രത്യേകമായ നോമ്പ് ഈ മാസത്തിൽ വന്നിട്ടില്ല. അതുകൊണ്ട് സാധാരണഗതിയിൽ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പെടുത്തു പോരുന്നവരുണ്ടാകും, മാസത്തിലെ 3 ദിവസങ്ങളിൽ നോമ്പെടുത്തു പോരുന്നവരുണ്ടാകും, അതുപോലെ ഖലാ ഉള്ള, കഴിഞ്ഞ റമദാനിലോ മറ്റോ ഒക്കെ ഖലാ ഉള്ള നോമ്പെടുത്തു വിട്ടാനുള്ളവരുണ്ടാകും. അവർക്കൊക്കെ അത് ആവാവുന്നതാണ്. അതല്ല, ഖലാ വിട്ടുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. റമദാനിന് മുന്നേ ആയി ഇനി 2 മാസമല്ലാതെ അവർക്ക് മറ്റൊന്നുമില്ല. അതുകൊണ്ട് വളരെ കൃത്യമായി മനസ്സിലാക്കുക, പ്രത്യേകമായ നോമ്പോ പ്രത്യേകമായ ഒന്നും തന്നെ ഈ മാസത്തിൽ ഇല്ല എന്നുള്ളത് സഹോദരങ്ങളെ മനസ്സിലാക്കേണ്ട കാര്യമാണ്. 3ാമത്തെ കാര്യം, അതൊരു പ്രത്യേക നിസ്കാരം ഈ മാസത്തിൽ പ്രചരിച്ചു വരുന്നുണ്ട്. സലാത്തു റഗായിബ്, റഗായിബ് നിസ്കാരം എന്ന് പറഞ്ഞ് ആളുകൾ ചില പ്രത്യേക നിസ്കാരം, അത് പറയപ്പെടുന്നത് റജബ് മാസത്തിൽ, ഈ മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവ് അഥവാ ആ വ്യാഴാഴ്ചയുടെ മഗ്രിബിന്റെയും ഇശയുടെയും ഇടയിൽ വെച്ച് നിർവഹിക്കുന്ന 12 റക്അത്ത് നിസ്കാരത്തിനാണ് സലാത്തു റഗായിബ് എന്ന് പറയുന്നത്. എന്നാൽ സഹോദരങ്ങളെ, ഈ നിസ്കാരത്തിനും മേൽ പറഞ്ഞതുപോലെ യാതൊരു തെളിവും നമുക്കില്ല എന്ന് കാണാൻ സാധിക്കും. ഹിജ്റ 520 മരണപ്പെട്ട മഹാനായ ഇമാം അബൂബക്കർ തുർത്തൂഷി റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നത് കാണാൻ സാധിക്കും, സലാത്തു റജബിൻ ലം തഹദുസ് ഇൻദനാ ബിബൈത്തുൽ മഖ്ദിസ് ഇല്ലാ ബഅദ സനത 80 و400 ഹിജ്റ വമാ കുന്നാ റഅയ്നാഹാ വലാ സമിഅനാ ബിഹാ ഖബ്ല ദാലിക്. അദ്ദേഹം ബൈത്തുൽ മഖ്ദിസിന്റെ അടുക്കൽ താമസിച്ചിട്ടുള്ള മഹാനായ പണ്ഡിതനാണ്. അദ്ദേഹം പറയാൻ, നമ്മുടെ അടുക്കൽ ബൈത്തുൽ മഖ്ദിസിൽ ഇതാ റജബ് മാസത്തിലുള്ള ഒരു പ്രത്യേക നിസ്കാരം അത് ഹിജ്റ 480 ശേഷമല്ലാതെ അങ്ങനെ ഒന്നും വന്നിട്ടില്ല. വമാ കുന്നാ റഅയ്നാഹാ വലാ സമിഅനാഹാ ബിഹാ ഖബ്ല ദാലിക്. അതിനു മുമ്പ് ഞങ്ങൾ അതിനെക്കുറിച്ച് കേട്ടിട്ട് പോലുമില്ല, അതിനു മുമ്പ് അങ്ങനെ ഒരു നിസ്കാരം ഒരാൾ നിർവഹിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ട് പോലുമില്ല എന്ന് മഹാനായ ഇമാം അബൂബക്കർ തുർത്തൂഷി റഹിമഹുല്ലാ അദ്ദേഹം പറയാൻ. നോക്കൂ സഹോദരങ്ങളെ, എപ്പോഴാണ് വന്നിട്ടുള്ളത്? അത് വെറും ഹിജ്റ 480-ലാണ്. ഒരു വേള ആളുകൾ ഇതൊക്കെയാണ്, അഥവാ അവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവരെ വാപ്പമാർ ചെയ്തിട്ടുണ്ട്, അവരെ കാരണവന്മാർ ചെയ്തിട്ടുണ്ട്, അങ്ങനെയാണ് അവർ നോക്കുന്നത്. പക്ഷേ ഇതിന് 1000 വർഷം കൊണ്ട് പഴക്കമുണ്ടായാലും ശരി, ഇതുകൊണ്ട് യാതൊരു കാര്യവുമില്ല. കാരണം ഏറ്റവും ഉത്തമ നൂറ്റാണ്ടിൽപ്പെട്ട ഒരാളും ചെയ്തിട്ടില്ല, റസൂലുള്ള ചെയ്തിട്ടില്ല, സ്വഹാബികൾ ചെയ്തിട്ടില്ല എന്നത് തന്നെ മതിയായതാണ്.
എന്നാൽ നോക്കൂ സഹോദരങ്ങളെ, കേവലം ഹിജ്റ 480 ശേഷം ആരൊക്കെയോ ഉണ്ടാക്കിവിട്ട ഒരു നിസ്കാരം മാത്രമാണ്. എന്നിട്ട് ഇന്നും മുസ്ലിയാക്കന്മാർ ഇത് ജനങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നും മഹാന്മാരായ പണ്ഡിതന്മാർ, അഥവാ അവർ കൂടി അംഗീകരിക്കേണ്ടതായ, അവർ പോലും ഞങ്ങൾ ഇന്ന മദ്ഹബുകാരാണെന്ന് പറയുന്ന ആ മദ്ഹബുകളിലൊക്കെയുള്ള പണ്ഡിതന്മാർ ഇതിനെതിർത്തതിന് ശേഷവും സഹോദരങ്ങളെ അവരിത് പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അൽ ഹാഫിദ് നവവി റഹിമഹുല്ലാ സലാത്തുർ റഗായിബിനെ കുറിച്ച് വിശദമായിട്ട് തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞതിന്റെ ചുരുക്കം അദ്ദേഹം പറയുന്നത് കാണാം: ഹിയ ബിദ്അത്തുൻ ഖബീഹത്തുൻ മുൻകറത്തുൻ അശദ്ദു ഇൻകാർ. ശക്തമായി എതിർക്കപ്പെടേണ്ട വളരെ മോശപ്പെട്ട ബിദ്അത്താണിത് എന്നാണ് സഹോദരങ്ങളെ സലാത്തുർ റഗായിബിനെ കുറിച്ച് ആര് പറഞ്ഞത്? അൽ ഹാഫിദ് നവവി, രണ്ടാം ഷാഫിഈ എന്നറിയപ്പെടുന്ന അൽ ഹാഫിദ് നവവി റഹിമഹുല്ലാ. അദ്ദേഹം ഒന്നുകൂടി ശക്തമായി, സ്വഹീഹ് മുസ്ലിമിന് അദ്ദേഹത്തിന് ഒരു വിശദീകരണമുണ്ട്. അദ്ദേഹം അതിൽ കൃത്യമായി പറയുന്നു: ഖാതലല്ലാഹു വാളിഅഹാ വമുഖ്തറഅഹാ. ഈ നോമ്പിനെ കൊണ്ടുവന്നവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ നശിപ്പിക്കട്ടെ. ഫഇന്നഹാ ബിദ്അത്തുൻ മുൻകറ മിനൽ ബിദ്അല്ലതി ഹിയ ളലാല വജഹാല. കാരണം തീർച്ചയായും അങ്ങേയറ്റം വഴികേടും വിവരക്കേടുമായ വെറുക്കപ്പെട്ട ബിദ്അത്താകുന്നു ഇത് എന്നാണ് അൽ ഹാഫിദ് നവവി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞത്. എന്താണ് ഈ മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നത്? എന്തിനെ കുറിച്ചാണ് അവർ പറയുന്നത്? എന്തിനെ കുറിച്ചാണ്? ഒരു നിസ്കാരത്തെ കുറിച്ചാണ്. അല്ലെ, ആളുകൾ പലപ്പോഴും പല കാര്യങ്ങളും പറയുമ്പോഴും ഇപ്പോഴും അവർക്ക് തലയിൽ ഉൾക്കൊള്ളാൻ പറ്റാത്തതായ കാര്യമാണ്. അതല്ലെങ്കിൽ മുസ്ലിയാക്കന്മാർ മുടന്തൻ ന്യായങ്ങൾ പറയുന്ന കാര്യമാണ്. എന്താണ് ഇതിലൊരു പ്രശ്നം? നിസ്കാരത്തിൽ എന്താണ് പ്രശ്നം? നല്ലതല്ലേ? 12 റക്അത്തല്ലേ? ഖുൽ ഹുവല്ലാഹു അഹദല്ലേ ഓതുന്നത്? നല്ല നിസ്കാരമല്ലേ? സുജൂദില്ലേ? റുക്കൂ ഇല്ലേ? ഇങ്ങനെ പറഞ്ഞ് ഇബാദത്തുകളെ ന്യായീകരിക്കാൻ നോക്കുമ്പോൾ, എന്നാൽ നമ്മുടെ മഹാന്മാരായ അഇമ്മത്തുകൾ, ഇവർ നമ്മുടെ ഇമാമുമാരെന്ന് പറയുന്ന ഈ അയിമത്തുകൾ, അവർക്ക് ഇവരുമായി യാതൊരു ബന്ധവുമില്ല എന്ന് തെളിയിക്കുന്ന കാര്യമാണ്. അവർ പറയുന്നത് ഇത് മോശപ്പെട്ട ബിദ്അത്താണെന്നാണ്, അങ്ങേയറ്റം വഴികേടാണെന്നാണ്, അങ്ങേയറ്റം ജഹാലത്താണ്, വിവരക്കേടാണെന്നാണ് പറയുന്നത്. നിസ്കാരത്തെ കുറിച്ചാണ്, അതല്ലാതെ മറ്റെന്തെങ്കിലും കാര്യത്തെ കുറിച്ചല്ല. മോഷണത്തെ കുറിച്ചോ വ്യഭിചാരത്തെ കുറിച്ചോ അതല്ലെങ്കിൽ ആ രൂപത്തിൽ എന്തെങ്കിലുമൊക്കെ അബദ്ധങ്ങളെ കുറിച്ചല്ല ഈ പറയുന്ന ആളുകൾ ഉണ്ടാക്കിയ നിസ്കാരം. കാരണം ദീനിൽ സഹോദരങ്ങളെ, ദീൻ പഠിച്ച മഹാന്മാരായ പണ്ഡിതന്മാർക്കറിയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തരാത്ത ഒരു അമൽ ഒരാൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് തള്ളിപ്പോകുന്നതാണ്. അങ്ങനെ ഒരാൾ ഉണ്ടാക്കി അതുകൊണ്ട് മുന്നോട്ട് പോകുകയാണെങ്കിൽ അവന്റെ ഖിയാമത്ത് നാൾ അത് വളരെ ഗൗരവമുള്ളതായിരിക്കും എന്നവർക്കറിയുന്നത് കൊണ്ടാണ് പറയുന്നത്. അൽ ഹാഫിദ് ഇബ്നു റജബ് അദ്ദേഹത്തിന്റെ ലതായിഫുൽ മആരിഫിൽ അദ്ദേഹം പറയുന്നുണ്ട്: അൽ അഹാദീസുൽ മർവിയ ഫി ഫദ്ലി സ്വലാത്തി റഗായിബ് ഫി അവ്വൽ ജുമഅത്തിൻ മിൻ ശഹ്രി റജബ് കദിബുൻ വബാതിലുൻ ലാ തസിഹ്. ഇതാ റജബിന്റെ ആദ്യത്തെ ജുമുഅ രാത്രിയിൽ നിർവഹിക്കപ്പെടുന്ന സ്വലാത്തു റഗായിബ് എന്ന് പറയുന്ന നിസ്കാരമുണ്ടല്ലോ, ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഹദീസുകളുണ്ടല്ലോ, ഇതെല്ലാം തന്നെ ഒന്നുകിൽ കളവാണ്, ബാത്തിലാണ്, ഒന്നും തന്നെ സ്ഥിരപ്പെട്ട കാര്യമില്ല എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു തരികയാണ്. സഹോദരങ്ങളെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഹദീസ് സ്ഥിരപ്പെട്ടിട്ടില്ല എങ്കിൽ അത് അമല് ചെയ്യാൻ നമുക്ക് അനുവാദമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞു തന്നിട്ടില്ല, കാണിച്ചു തന്നിട്ടില്ല. ഏറ്റവും ശ്രേഷ്ഠരായ സ്വഹാബികൾക്ക് ഇതിനെക്കുറിച്ച് അറിവില്ല എങ്കിൽ പിന്നീട് എങ്ങനെയാണ് ഏതെങ്കിലുമൊക്കെ നൂറ്റാണ്ടിൽ വന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഇന്ന കിതാബിലുണ്ട്, ഇന്ന സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അതൊരു അമലാക്കാൻ സാധിക്കുക? ഇനി നോക്കൂ, ഈ കാര്യത്തെക്കുറിച്ച് മഹാന്മാരായ അയിമ്മത്തുകൾ വളരെ ശക്തമായ ഭാഷയിൽ അത് ബിദ്അത്തുകളാണ്, മുൻകറത്താണ് എന്ന് എതിർത്തിട്ട് പോലും ഇന്നും ആളുകൾ സഹോദരങ്ങളെ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ലെ, ഈ ഇമാമുമാരുടെ വാക്കുകൾ കേവലം ഈ ഒരു വിഷയത്തിൽ മാത്രം നമ്മൾ ഉൾക്കൊള്ളിക്കേണ്ട കാര്യമല്ല, മറിച്ച് ഈ വിഷയത്തെ, ഈ നിസ്കാരത്തെ അവർ എതിർക്കപ്പെടാൻ അവർ കൊണ്ടുവച്ചിട്ടുള്ള തത്വത്തെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അവർ പറയുന്നത് ഹദീസുകൾ സ്ഥിരപ്പെട്ടിട്ടില്ല എന്നാണ്. അതല്ലാതെ അവർ സ്ഥിരപ്പെടാത്ത ഹദീസുകൾ കൊണ്ട് അമല് ചെയ്യാമെന്ന് പറഞ്ഞിട്ടില്ല. ഇനി രണ്ടാമത്തെ കാര്യം, അവർ ഒരിക്കലും തന്നെ സഹോദരങ്ങളെ ഇത് നിസ്കാരമല്ലേ, ഇതൊരു അമലല്ലേ, മറ്റെന്തെങ്കിലുമൊക്കെ മോശപ്പെട്ട കാര്യമൊന്നും അല്ലല്ലോ, നിസ്കാരം നേരത്തെ തന്നെ ദീനിലൊക്കെ ഉള്ളതല്ലേ, ഒരാൾക്ക് എപ്പോ വേണമെങ്കിലും ഈ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാലോ അന്നൊക്കെ കൂട്ടി എന്നൊക്കെ ന്യായങ്ങൾ പറഞ്ഞിട്ട് ഇത് ബിദ്അത്തുൻ ഹസനയാണ്, നല്ല ബിദ്അത്താണ് എന്ന വാദം സഹോദരങ്ങൾ ഈ പണ്ഡിതന്മാർ ആരും പറഞ്ഞിട്ടില്ല. എന്തേ ഇവർ പറയാത്തത്? ഇത് ബിദ്അത്തുൻ ഹസനയാണ്. അല്ലെ, നബിദിനം കഴിക്കുന്ന സമയത്ത് അതല്ലെങ്കിൽ ആ രൂപത്തിൽ എന്തെങ്കിലുമൊക്കെ മിഅ്റാജിന്റെ നോമ്പെടുക്കുന്ന സമയത്ത് നമ്മൾ പറയുമ്പോൾ അവർ പറയാറുള്ളത് ബിദ്അത്തുൻ ഹസനയാണ്, ഇതിനെന്ത് തെറ്റാണുള്ളത്? നോമ്പല്ലേ, നിസ്കാരമല്ലേ, അതല്ലെങ്കിൽ ആ രൂപത്തിൽ എന്തെങ്കിലുമൊക്കെ നബിയോടുള്ള സ്നേഹം കൊണ്ടുള്ള പരിപാടിയല്ലേ എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് ഇതിനെയും അങ്ങനെ ന്യായീകരിക്കാമല്ലോ. ബിദ്അത്തുൻ ഹസനയിൽ ഇതിൽ എന്താണ് കുഴപ്പം? 12 റക്അത്ത് നിസ്കാരമല്ലേ, ഈ മാസത്തിൽ ഏതെങ്കിലും ഒരു ദിവസത്തിൽ ഒരു നോമ്പല്ലേ, നോമ്പിന് വലിയ പ്രതിഫലമില്ലേ? ഇനി നോമ്പുമായി ബന്ധപ്പെട്ട ഹദീസുകളൊക്കെ ഉദ്ധരിച്ചാൽ പോരെ, നിസ്കാരവുമായി ബന്ധപ്പെട്ട ഹദീസുകളൊക്കെ ഉദ്ധരിച്ചാൽ പോരെ. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. നീ നേരത്തെ ദീനിൽ സ്ഥിരപ്പെട്ട നോമ്പാകട്ടെ, അതുപോലെ നിസ്കാരമാകട്ടെ, അതൊരു പ്രത്യേക ദിവസം നീ നിശ്ചയിച്ചാൽ, അതൊരു പ്രത്യേക സമയം നീ നിശ്ചയിച്ചാൽ, അതൊരു പ്രത്യേക എണ്ണവും മണ്ണവും നീ നിശ്ചയിച്ചാൽ നീ ദീനിൽ പുതുതായി കാര്യങ്ങൾ കടത്തിക്കൂട്ടിയിരിക്കുന്നു. അങ്ങനെയുള്ള ആളുകളുടെ വിധി മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ
മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. ആരെങ്കിലും നമ്മുടെ കൽപ്പനയില്ലാത്ത കാര്യം ദീനിൽ പുതുതായി കൊണ്ടുവന്നാൽ അത് തള്ളപ്പെടുന്നതാണ്. മൻ ആമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. ആരെങ്കിലും ഈ ദീനിലില്ലാത്ത നമ്മുടെ കൽപ്പനയിലില്ലാത്ത കാര്യം പുതുതായി പ്രവർത്തിച്ചാൽ അത് തള്ളപ്പെടുന്നതാണ്. അതുകൊണ്ട് ബിദ്അത്ത് ഉണ്ടാക്കിയവനാണെങ്കിലും ശരി, അത് പറഞ്ഞു തന്നവനാണെങ്കിലും ശരി, അത് പറഞ്ഞത് കേട്ടിട്ട് എങ്ങനെയെങ്കിലും ഒക്കെ തെളിവൊന്നും അന്വേഷിക്കാതെ അതനുസരിച്ച് പ്രവർത്തിക്കുന്നവനാണെങ്കിലും ശരി, എല്ലാം ഗൗരവമുള്ള കാര്യം തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിൽ നിന്നും അത് സ്വീകരിക്കുകയില്ല എന്നല്ല, അവർക്ക് നാളെ വലിയ ശിക്ഷയായിരിക്കും നൽകുക. കാരണം അവൻ അള്ളാഹുവിനെ വെല്ലുവിളിക്കുകയാണ്. അള്ളാഹു കാണിച്ചു തരാത്ത, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തരാത്ത അമലുകൾ ഞാൻ ചെയ്യും എന്നാണ് അവൻ പറയുന്നത്. ആരാണ് അള്ളാഹുവിന്റെ ശരീഅത്തിൽ ഒരു ദീനിൽ ഇല്ലാത്തൊരു കാര്യം കൊണ്ടുവരാൻ അവൻ അനുവാദം നൽകിയിട്ടുള്ളത്? അവൻ ചിന്തിക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ഈ മാസത്ത് പ്രത്യേകമായി അതിനെ ആദരിച്ചുകൊണ്ട് നോമ്പെടുക്കുക എന്നുള്ളത് യഥാർത്ഥത്തിൽ ജാഹിലിയത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ജാഹിലിയത്തിൽ ഉണ്ടായിരുന്നു. മഹാനായ ഇബ്നുൽ ഹുർ റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നത് നോക്കൂ, റഅയ്തു ഉമർ ഇബ്നുൽ ഖത്താബ്, ഞാൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കണ്ടിട്ടുണ്ട്. യദ്രിബു അകുഫൻ നാസി ഫി റജബിൻ ഹത്താ യദഊഹാ ഫിൽ ജിഫാൻ. അദ്ദേഹം റജബ് മാസത്തിൽ ആരെങ്കിലും ഒക്കെ നോമ്പെടുക്കാതെ നോമ്പായിട്ട് ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ അദ്ദേഹം കൈ പിടിച്ചുകൊണ്ട് ഭക്ഷണപാത്രത്തിൽ അദ്ദേഹത്തിന്റെ കൈ വെപ്പിക്കും. എന്നിട്ട് അദ്ദേഹം പറയും, കുലു, ഭക്ഷണം കഴിക്ക്. ഫൈനമാ ഹുവ ശഹ്റുൻ കാന യുഅല്ലിമുഹു അഹ്ലുൽ ജാഹിലിയ്യ. ഇത് ജാഹിലിയത്തിലെ ആളുകൾ മഹത്വപ്പെടുത്തിയിട്ടുള്ള, മഹത്വം കൊണ്ടുവന്നിട്ടുള്ള ഒരു മാസമാണ്. അവരാണ് ഈ മാസത്തിന് പ്രത്യേകമായി കണ്ടുകൊണ്ട് പ്രത്യേക ദിവസത്തിൽ നോമ്പെടുക്കൽ. അങ്ങനെ നോമ്പെടുക്കരുത് എന്നുള്ളത് ആരാണ് പറയുന്നത്? സഹോദരങ്ങളെ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയും ചെയ്യുകയും ചെയ്യുകയാണ്. അതുകൊണ്ട് വളരെ കൃത്യമായി മനസ്സിലാക്കുക. ഉമർ റളിയല്ലാഹു അൻഹു ചിന്തിച്ചിട്ട് നോമ്പല്ലേ, അത് ആളുകൾ ജാഹിലിയത്തിൽ ചെയ്താൽ എന്താണ്? നമ്മൾ നല്ല നിയ്യത്തിലല്ലേ, നമ്മൾ നല്ല അള്ളാഹുലേക്ക് അടുക്കാമെന്നുള്ള ഉദ്ദേശത്തിലല്ലേ, നോമ്പല്ലേ എന്ന ഒരു എക്സ്ക്യൂസ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കൊടുത്തിട്ടില്ല എന്നുള്ളത് സഹോദരങ്ങളെ മനസ്സിലാക്കണം. അതുകൊണ്ട് ദീനിന്റെ അടിസ്ഥാനങ്ങൾ മനസ്സിലാക്കണം. ദീൻ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും മുസ്ലിയാക്കന്മാരോ അതല്ലെങ്കിൽ ഏതെങ്കിലും പാളക്കിതാബിലോ നമുക്ക് അതുകൊണ്ട് അത് കേട്ടു മാത്രം, അത് വായിച്ചു മാത്രം ഉൾക്കൊണ്ട് ജീവിക്കാനുള്ളതല്ല. മറിച്ച് ദീൻ എന്ന് പറഞ്ഞാൽ ഖാല അല്ലാഹ് വഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വമാ ഖാല അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു പറഞ്ഞതാണ് ഖുർആനിൽ വേണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ സ്ഥിരപ്പെടണം. എന്നാൽ റസൂൽ പറഞ്ഞു നമുക്ക് ഉറപ്പിക്കാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ സ്വഹാബികൾ അത് ചെയ്ത് കാണിച്ചു തരേണ്ടതുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, വളരെ ഗൗരവത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ.